തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. എലീശാ പ്രവാചകന്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും എലീശ പ്രവാചകനായി അവരോധിക്കപ്പെടുകയും ചെയ്തു. എരിഹോവിലാണ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. എരിഹോവിനെ സംബന്ധിച്ച് നാം മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. യോശുവയുടെ കാലത്ത് ആ പട്ടണം നശിപ്പിക്കപ്പെട്ടതാണ്. ഇനി ആരും അത് പണിയരുത്, പണിതാൽ അതിനടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകനും കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകുമെന്ന് യോശുവ പറഞ്ഞിരുന്നു. കാലം കുറെ കഴിഞ്ഞപ്പോൾ ബഥേലിനായ ഹീയേൽ എന്നൊരുവൻ അത് പണിയുവാൻ ആരംഭിച്ചു. ദൈവം അരുളി ചെയ്തിരുന്നത് പോലെ തന്നെ അതിന് അടിസ്ഥാനമിട്ടപ്പോൾ അബീറാം എന്ന തൻ്റെ മൂത്ത മകനും പടിവാതിൽ വെച്ചപ്പോൾ ഗശൂബ് എന്ന ഇളയ മകനും നഷ്ടമായി. ദൈവം നശിപ്പിച്ചതിനെ വീണ്ടും പണിയുന്നവർ ഇക്കാലത്തുമുണ്ട്. എന്നാൽ അത് അവർക്ക് മാത്രമല്ല മറ്റനേകർക്കും ദോഷമായി തീരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായിരുന്നു, എങ്കിലും അതിലെ വെള്ളം കുടിക്കുവാൻ കഴിയാതെ വണ്ണം ചീത്തയായിരുന്നു. മാത്രമല്ല അത് കുടിക്കുന്ന സ്ത്രീകൾക്ക് സന്താനോൽപാദനം അസാധ്യമായിരുന്നു. തലമുറകൾ ഇല്ലാതായാൽ ആ ദേശം തന്നെ ശൂന്യമായി പോകുമല്ലോ. എന്നാൽ എലീശ ആ വെള്ളം ഉപ്പിട്ട് പഥ്യമാക്കി ഒരു പുതിയ തളികയിൽ ഉപ്പ് കൊണ്ടുവന്നു. നീരുറവിലിട്ടതിനാൽ അത് ശുദ്ധമായി. ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് എലീശ പറഞ്ഞു. വെള്ളം നിത്യജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമാണ്. ആഹാരമില്ലാതെ മാസങ്ങളോളം ജീവിക്കുവാൻ കഴിയും, എന്നാൽ വെള്ളമില്ലാതെ ജീവിക്കുവാൻ അസാധ്യമാണ്. എരിഹോ നിവാസികൾക്ക് എലീശ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി ജനത്തിന് രക്ഷ വന്നു. ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും ചെയ്തത്. കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് പറയുന്നത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ശമര്യ സ്ത്രീയുടെ ആത്മദാഹം മാറ്റുവാൻ കർത്താവിന് കഴിഞ്ഞു. ആ ഒരു സ്ത്രീ മുഖാന്തരം ശമര്യ നിവാസികൾ യേശുവിനെ അറിയുവാൻ അവർക്കും ക്രിസ്തുവുള്ള വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിവിടെയായി. മനുഷ്യവർഗം മുഴുവനും ആത്മദാഹത്താൽ മരിച്ച് നിത്യനാശത്തിലേക്ക് പോകേണ്ടവരാണ്. എന്നാൽ യേശു കർത്താവ് അതിന് പരിഹാരം വരുത്തി. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ എല്ലാവരെയും ആടി വിളിക്കുന്നു, അല്ലയോ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങിത്തിന്നുവീൻ, ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷാവേളയിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ഇസ്രായേൽ ജനം 2 ദോഷം ചെയ്തു എന്ന് പ്രവാചകൻ പറയുന്നു. 1, ജീവജലത്തിന്റെ ഉറവായി ദൈവത്തെ ത്യജിച്ചു കളഞ്ഞു. 2, ദാഹം തീർക്കുവാൻ കഴിയാത്ത പൊട്ട കിണറുകളെ കുഴിച്ചു. ഇന്നത്തെ ജനത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. അതുകൊണ്ട് ജനം ആത്മദാഹത്താൽ നിത്യനാശത്തിലേക്ക് പോകുന്നു. പൊട്ട കിണറുകളായ തീർത്ഥാടനങ്ങളും പുണ്യസ്ഥലങ്ങളും മനുഷ്യർക്ക് ആത്മദാഹം തീർക്കുവാൻ പര്യാപ്തമല്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. പ്രിയരേ, കർത്താവ് നമ്മുടെ ആത്മദാഹം മാറ്റുവാൻ ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ജീവജലത്തിന്റെ ഉറവായവൻ ദാഹിക്കുകയോ? അതെ, നമ്മുടെ ദാഹവും ബലഹീനതകളും എല്ലാം കർത്താവ് സ്വയം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ യാഗമായി തീർന്നു. എലീശ പ്രവാചകൻ മരണഹേതുവായ വെള്ളം ഉപ്പിട്ട് പഥ്യമാക്കിയതുപോലെ കർത്താവ് നമുക്ക് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീർന്നു. ഇന്ന് കർത്താവിൻ്റെ വിളി കേട്ട് അടുത്തു വരുന്ന ആർക്കും ആത്മദാഹത്താൽ നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരികയില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക, നിത്യജീവൻ കർത്താവിലൂടെ സൗജന്യമായി അനുഭവിക്കുക. ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ നിത്യജീവൻ ലഭിച്ച ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതേസമയം ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ജീവജലത്തിൻ്റെ ഉറവായ യേശുവിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ പൊട്ടക്കിണറുകളായ പുണ്യസ്ഥലങ്ങളെയും തീർത്ഥാടന സ്ഥലങ്ങളെയും ആശ്രയിച്ചു പോകുന്നുവെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വന്ന്, അല്ലയോ കർത്താവേ, അവിടുന്നാണ് ജീവജലത്തിൻ്റെ ഉറവായി തീർന്നവൻ, അവിടുന്നാണ് ക്രൂശിൽ എനിക്ക് വേണ്ടി ദാഹിച്ചത്, എൻ്റെ ആത്മദാഹം മാറ്റുവാൻ വേണ്ടിയായിരുന്നു, ഞാനത് വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിച്ച് ആത്മദാഹം മാറ്റി നിത്യജീവന്റെ അനുഭവസ്ഥരായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു.
ഇന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാനുള്ള അവസരം ലഭിച്ചു. ജീവജലത്തിൻ്റെ ഉറവായ യേശുവിനെ തള്ളിക്കളഞ്ഞ് അനേകർ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനും നിത്യജീവൻ പ്രാപിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. അതേസമയം ഇതുവരെയും ജീവജലത്തിൻ്റെ ഉറവിലേക്ക് വരാത്തവർ, പൊട്ടക്കിണറുകളെ ആശ്രയിച്ചു പോകുന്നവരുണ്ടെങ്കിൽ ഈ വചനം ശ്രദ്ധിക്കുന്നവർ കർത്താവായ യേശുവിനെ, ജീവജലത്തിൻ്റെ ഉറവായ യേശുവിലേക്ക് വന്ന് നിത്യജീവൻ പ്രാപിക്കുവാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.